തികഞ്ഞ അച്ചടക്കത്തോടെ എല്ലാ ദിവസവും ഒരു മുടക്കവും ഇല്ലാതെ ഞാൻ ചെയ്തു പോകുന്ന ഒരു നല്ല ദുശീലമാണ് കേട്ടോ ഈ ചായ കുടി. രാവിലെ തന്നെ ഇങ്ങനെ സ്വസ്ഥമായിട്ട് ഇരുന്ന് ഒരു ചായ കുടിക്കുക എന്നുള്ളതാണ് അന്നത്തെ ദിവസത്തെ ഏറ്റവും വലിയ എൻ്റെ ഒരു സന്തോഷം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ ദിവസമായി ഓൺ വോയിസിൽ ഒരു വീഡിയോ ചെയ്തിട്ട് ഓരോരോ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് വീഡിയോസ് ഫ്രീ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റിയായിരുന്നു. അത്തരം വീഡിയോയ്ക്ക് നമ്മൾ വോയിസ് ഓവർ കൊടുക്കാതെ മ്യൂസിക്കൊക്കെ ആഡ് ചെയ്തിട്ടത് കൊണ്ട് നമ്മുടെ വീഡിയോസൊക്കെ ആളുകൾ കാണുമ്പോഴത്തേക്ക് കുറച്ച് പേരൊക്കെ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഓൺ വോയിസിൽ ചെയ്യണേ, അതാണ് ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ഫംഗ്ഷൻസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഡേ ടു ഡേ ലൈഫും ഡേ ഇൻ മൈ ലൈഫും കുക്കിങ്ങും ക്രാഫ്റ്റും ഒക്കെ ആയിട്ട് എന്തായാലും വോയിസ് ഓവർ കൊടുത്ത് ഓൺ വോയിസിൽ തന്നെ വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തതും ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ട് കൂട്ടിക്കോളൂ. ഇന്ന് ഒരു ശനിയാഴ്ചയാണ്, ഒരു ദിവസമാണ്. വർക്കിംഗ് ഡേയ്സിലിട്ട് ഡ്രസ്സെല്ലാം കഴുകി വിരിച്ചു ചായ കുടിച്ചതിന് ശേഷം. പിന്നെ എൻ്റെ മാത്രം സന്തോഷത്തിനും മനസുഖത്തിനും വേണ്ടിയിട്ട് ഞാൻ മാത്രം നനച്ച് വളർത്തുന്ന കുറച്ച് ചെടികളുണ്ട്. നട്ടു എന്ന് പറഞ്ഞാൽ മതി, നനച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. വല്ലപ്പോഴൊക്കെ ഒന്ന് നനച്ചു കൊടുക്കും. അപ്പോൾ എന്തായാലും ഇന്ന് ചെടിക്കൊക്കെ ഒന്ന് നനച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ക്ലോസപ്പിൽ നമ്മൾ ചെടി കാണിക്കുന്നത് കൊണ്ട് കുറേ ചെടി ഉണ്ടെന്നൊക്കെ കരുതുന്നവരുണ്ട്. പക്ഷേ വളരെ കുറച്ച് ചെടികൾ മാത്രമേ ഉള്ളൂ. അത് ക്യാമറ ടെക്നിക്കാണ്. അപ്പോൾ ചെടി നനയൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇനി അടുക്കളയിലോട്ട് വരാം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചേമ്പ് പുഴുങ്ങിയതും ഉള്ളിച്ചമ്മന്തിയാണ് കേട്ടോ. ചേമ്പിൻ്റെ തൊലി ചുരുണ്ടിക്കളയോ അല്ലെ ചെത്തിക്കളയോ ഒക്കെ ചെയ്തിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകി പീസാക്കി നമ്മൾ കുക്കറിലാണ് കേട്ടോ വേവിക്കുന്നത്. കുക്കറിലോട്ട് ഈ പീസാക്കി ഇട്ടതിന് ശേഷം ഒന്ന് നികത്തുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം. കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്യാം. നമുക്ക് ഒരു വിസിൽ വരുന്നത് വരെ ആ ചേമ്പ് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കാം. ഉള്ളി നല്ല വൃത്തിയായിട്ട് തോലൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തതിന് ശേഷം ഞാൻ ആ ഉണ്ടാക്കുന്ന പാത്രത്തിൽ തന്നെ, ചമ്മന്തി ഉണ്ടാക്കുന്ന ആ പാത്രത്തിൽ തന്നെയാണ് ഇടികല്ല് വെച്ച് ചതച്ചെടുക്കുന്നത്. കൊച്ചുള്ളി ഇങ്ങനെ അല്ലിയായിട്ട്, അതായത് ഇതളിതളായിട്ട് ഇങ്ങനെ ചതച്ചെടുക്കുന്ന പരുവത്തിന് വേണം എടുക്കാനായിട്ട്. ഒരിക്കലും അരച്ചെടുക്കരുത്, ഇങ്ങനെ ഒരു ചതച്ച പരുവത്തിന്. അതാണ് ഈ ഒരു ചമ്മന്തിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി, വിനാഗിരി, ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ കേട്ടോ. അതോടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ചമ്മന്തി റെഡി. അപ്പോൾ ഒരു വിസിൽ അടിച്ചപ്പോഴേക്ക് തന്നെ നമുക്ക് ആ ചേമ്പൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതൊരു അരിപ്പ പാത്രത്തിലോട്ട് ആ വെള്ളമൊക്കെ ഊറ്റിക്കളയുവാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് കുറച്ച് തേങ്ങാപ്പീര ഇങ്ങനെ വിതറി കൊടുക്കാം. ഈ തേങ്ങാപ്പീര ഈ ഒരു ചേമ്പും കഷ്ണത്തിലെല്ലാം ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്ന പരുവത്തിനാണ് കേട്ടോ കിട്ടേണ്ടത്. നല്ല ടേസ്റ്റാണ്, അടിപൊളി അടാറ് ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു കോംബോ ഇതുവരെ കഴിക്കാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ചേമ്പ് പുഴുങ്ങിയതും ഉള്ളിച്ചമ്മന്തിയും. ഇതിൻ്റെ കൂടെ വേറെ എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ നമുക്കൊരു കട്ടൻ ചായ കുടിക്കാം. കട്ടൻ ചായയാണ് കേട്ടോ ഇതിൻ്റെ കൂടെ കൂട്ടുകൂടാനായിട്ട് നല്ലത്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാനും അമ്മച്ചിയും കൂടെ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ഭയങ്കര റിലാക്സ് മൂഡിലിരുന്ന് കഴിച്ചു കേട്ടോ. ഈ അവധി ദിവസങ്ങളിലാണ് ഞങ്ങളിങ്ങനെ ഒരുമിച്ചിരുന്ന് ഫേസ് ടു ഫേസ് വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് കഴിക്കുന്നത്. അപ്പോൾ ഒരുവിധം കാര്യങ്ങളൊക്കെ വീട്ടിൽ ഒതുക്കിയതിന് ശേഷം ഞാനിങ്ങനെ ഒരു യാത്ര പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഇറങ്ങുമല്ല, ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് പോകുക. നവംബർ മാസം എന്ന് പറയുന്നത് മരിച്ചവിശ്വാസികൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കേണ്ടയും അവർ ഓർക്കേണ്ടയൊക്കെ ഒരു മാസമാണ്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ അപ്പച്ചൻ മരിച്ചിട്ട് 7 വർഷങ്ങൾ കഴിഞ്ഞു. അപ്പോൾ അപ്പച്ചൻ്റെ കല്ലറയിൽ പോയി പ്രാർത്ഥിക്കേണ്ടത് എൻ്റെ കടമയായതുകൊണ്ട് ഞാൻ എന്തായാലും അവധി കിട്ടിയപ്പോഴത്തേക്ക് ഒരു ദിവസത്തെ ഗ്യാപ്പ് എടുത്ത് ഞാൻ ഹസ്ബൻഡ് വീട്ടിൽ പോവുകയാണ്. അപ്പച്ചന് വേണ്ടി പ്രാർത്ഥിക്കാനും അപ്പച്ചൻ്റെ കല്ലറ വിസിറ്റ് ചെയ്യാനൊക്കെ. അത്രത്തോളം സ്നേഹം എനിക്ക് അപ്പച്ചൻ ജീവിച്ചിരുന്ന സമയത്ത് തന്നിട്ടുണ്ട് കേട്ടോ. എന്നെ ഒരു മരുമകളായിട്ടല്ല, മോളായിട്ടാണ് അപ്പച്ചൻ കണ്ടിരുന്നതും സ്നേഹിച്ചതും എല്ലാം. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും കഴിഞ്ഞ് ഞാൻ എന്തായാലും റൂമൊക്കെ പൂട്ടി ഇറങ്ങുവാണ്. ബാക്കി കാര്യങ്ങളൊക്കെ അമ്മച്ചി നോക്കിയോളും. അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ.